നെതന്യാഹു വിചാരിച്ചിടത്തേക്കല്ല ഇറാന്റെ പോക. യുദ്ധം തുടങ്ങി വെച്ചവർ തന്നെ ഇപ്പോൾ എന്തായാലും ഏതാണ്ട് പോയ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതോടെ എന്തായാലും ഇസ്രായേലിന്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഏറെക്കുറെ. യദു, ഈ യുദ്ധം അങ്ങനെയല്ലേ യദുവിന് തോന്നുന്നത്? ഈ യുദ്ധം 16 ദിവസം പിന്നിടുമ്പോൾ ട്രംപോ നെതന്യാഹുവോ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഇടങ്ങളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു തരത്തിലും തങ്ങളുടെ വരുതിയിലേക്ക് ഈ യുദ്ധം വരുന്നില്ല എന്ന് മാത്രമല്ല, വിചാരിക്കാത്തത് പലതും, സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തത് പലതും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇസ്രായേലിനുള്ളിൽ തന്നെ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു ആഭ്യന്തര റിപ്പോർട്ടാണ്. വേണമെങ്കിൽ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട്, അല്ലെങ്കിൽ നിരീക്ഷകരുടെ, ഇത്തരം കാര്യങ്ങൾ നിരന്തരമായി നിരീക്ഷിക്കുന്നവരുടെ പ്രവചന സ്വഭാവമുള്ള ഒരു റിപ്പോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത്, ഈ യുദ്ധം ഇങ്ങനെ വ്യാപിക്കുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ ആഭ്യന്തര ഘടന തന്നെ തകർന്ന് തരിപ്പണമാകുമെന്നാണ് അലോൺ മിസ്രാഹി എന്ന ഇസ്രായേലിലെ ഒരു ആഭ്യന്തര നിരീക്ഷകൻ, ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ, മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് യുദ്ധം ഒരേ സമയം ഇറാൻ, ലെബനനിലെ ഹിസ്ബുള്ള, സിറിയ, ഗാസ തുടങ്ങിയിടങ്ങളിൽ നിന്നൊക്കെ ഇറാൻ്റെ മിലീഷ്യ ഗ്രൂപ്പുകൾ, അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളൊക്കെ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നൊരു സാഹചര്യം വരും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേലിന് ഗുരുതരമായ ആഭ്യന്തര സമ്മർദ്ദം ഉണ്ടാകും എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത്, അല്ലെങ്കിൽ യുദ്ധത്തിന് തുടക്കമിട്ടത് തങ്ങൾക്കെതിരായ ഭീഷണികൾ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അതായത് ഗസയിലേക്ക് നടത്തിയ ആക്രമണം മുതൽ ഇങ്ങോട്ടെടുത്താൽ ഇസ്രായേൽ ലെബനനിലേക്ക് ആക്രമണം നടത്തുന്നു, ഹൂത്തികളെ ആക്രമിക്കുന്നു, ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നു, ഈ പറയുന്ന ഈ ഗസയിലേക്ക് വീണ്ടും ഹമാസിനെ തീർക്കാനെന്ന് പറഞ്ഞ ആക്രമണങ്ങൾ നടത്തുന്നു. ഏറ്റവും ഒടുവിൽ ഇറാനെ, ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ആക്സിസ് ഓഫ് ഈവൽ, അതായത് തിന്മയുടെ അച്ചുതണ്ട് എന്ന് ഇസ്രായേലും അമേരിക്കയും ഒക്കെ വിശേഷിപ്പിക്കുന്ന ഇറാനെ പരിപൂർണമായി അവസാനിപ്പിച്ച് ഇറാൻ്റെ ഭരണം കൂടി ഏറ്റെടുത്ത് പരിപൂർണമായി തങ്ങൾക്കെതിരെ വരുന്ന സമഗ്രമായിട്ടുള്ള സമസ്ത മേഖലകളിലൂടെയും വരുന്ന ഈ പറയുന്ന ഭീഷണികളെ ഇല്ലായ്മ ചെയ്യാമെന്നുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം, അല്ലെങ്കിൽ നീക്കം. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇസ്രായേൽ ഇങ്ങനെയൊരു യുദ്ധം തുടങ്ങി വെച്ചതോടുകൂടി മേഖലയിൽ ഇത്രയും കാലം നിശബ്ദരായിരുന്ന ഹിസ്ബുള്ളയെ പോലെയുള്ള ഗ്രൂപ്പുകൾ, ഹിസ്ബുള്ള ആയിക്കൊള്ളട്ടെ, ഇറാഖിലെ മിലീഷ്യകളായിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ ഹൂത്തികളായിക്കൊള്ളട്ടെ, ഇവരെല്ലാവരും ശക്തരായിട്ട് വീണ്ടും കളത്തിലേക്ക് വരുന്ന സൂചനകളാണ്. ഇപ്പോൾ ഹൂത്തികൾ ഹോർമുസ് കടലിടുക്കിൽ ഇറാനെ സഹായിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന വാർത്തകൾ വന്നിരുന്നു. ഹിസ്ബുള്ളയും സമാനമായ രീതിയിൽ വടക്കൻ ഇസ്രായേലിലേക്ക്, അതായത് ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈലുകൾ അയക്കുന്ന അതേ സമയത്ത് വടക്കൻ ഇസ്രായേലിനോട് ചേർന്ന് കിടക്കുന്ന ലെബനനിലെ ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേലിലേക്ക് തീവ്രമായ ആക്രമണം ഹിസ്ബുള്ള അഴിച്ചുവിടുന്നു എന്നാണ് പറയുന്നത്. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാര്യം ഒരേ സമയം രണ്ടിടത്തും രണ്ട് ഭാഗത്തേക്കാണ് ഇസ്രായേലിന് ഏറ്റുമുട്ടൽ നേരിടേണ്ടി വരുന്നത്. രണ്ട് ഭാഗം മാത്രമല്ല, ഇതിൽ വേറെയും ഘടകങ്ങൾ ചേരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഹൂത്തികൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്ന അവരുടേതായി വന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഹോർമുസ് കടലിടുക്കിന് പുറകെ ബാബൽ മന്ദബ് കടലിടുക്കും അടയ്ക്കാൻ പോകണം. അതായത് പണ്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് ഈ പറയുന്ന ബാബൽ മന്ദബ് കടലിടുക്ക്, ചെങ്കടലിലെ പ്രധാനപ്പെട്ട ഒരു കപ്പൽ പാത ഹൂത്തികൾ അടച്ചിരുന്നു. ഏതാണ്ട് ഒരു വർഷക്കാലത്തോളം അവരത് ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു കടുത്ത സമ്മർദ്ദം ഹൂത്തികൾ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഹൂത്തികൾ ഈ കടലിടുക്കൊക്കെ അടയ്ക്കുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഇസ്രായേലിൻ്റെ വ്യാവസായിക മേഖലയെയാണ്. ഈ യുദ്ധം രൂക്ഷമായിരുന്നൊരു സമയത്ത്, അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമായിരുന്ന സമയത്ത് ചെങ്കടൽ ഹൂത്തികൾ അടച്ചപ്പോൾ ഇസ്രായേലിലെ വലിയ തോതിൽ വ്യാവസായിക നഷ്ടമുണ്ടായി. അവിടുത്തെ കമ്പനികളിൽ പലർക്കും പ്രൊഡക്ഷൻ നടത്താൻ പറ്റാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അവിടുത്തെ ഒരു തുറമുഖ നഗരം ഹൈഫ, അങ്ങനെ തന്നെ അവിടുത്തെ വ്യാവസായിക മേഖല മുഴുവനായി തകർന്നു. ഈലാത്ത് തുറമുഖവുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രവർത്തനങ്ങളും അവസാനിച്ചു എന്ന തരത്തിലൊക്കെ അന്ന് വാർത്തകളുണ്ടായിരുന്നു. അപ്പോൾ ഇസ്രായേലിനുള്ളിൽ നടക്കുന്ന വിവരങ്ങൾ, ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇത്തരം സംഭവങ്ങളെക്കുറിച്ചൊന്നും കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകില്ല. കാരണം ഇസ്രായേൽ വലിയ സെൻസർഷിപ്പിന് ശേഷമാണ് ഈ വാർത്തകൾ പുറത്തുവിടുന്നത്. ഇപ്പോൾ ഇസ്രായേലിലെ പല മലയാളി സുഹൃത്തുക്കളും എനിക്കുണ്ട്. അപ്പോൾ ഇവരുമായൊക്കെ നമ്മൾ രഹസ്യമായി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരൊക്കെ ആയിട്ട് ഈ യുദ്ധത്തിനൊക്കെ മുമ്പ് സംസാരിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവർ പറയുന്നത് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അതേക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. നമ്മൾ നിൽക്കുന്ന ഈ രാജ്യം മനോഹരമാണെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാനേ തരമുള്ളൂ. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട്, പക്ഷേ ഇവിടെയുള്ളവരാരും അത് തുറന്ന് പറയില്ല. കാരണം അങ്ങനെ പറഞ്ഞ വലിയ നാണക്കേടല്ലേ. ഇപ്പം നാട്ടിൽ നിൽക്കുന്ന പലരോടും നാട്ടിൽ വന്നിട്ട് അവർ പറയുന്നത് അവിടെ സ്വർഗ്ഗമാണ്, ഒരു പ്രശ്നവുമില്ല, അതാണ് ഇതാണ്, ഞങ്ങളിടയ്ക്ക് തമാശയ്ക്ക് ബോംബെടുത്ത് കഴിച്ചു നിന്നാലും പൊട്ടാറില്ല, കാരണം ഇസ്രായേലിൻ്റെ പ്രൊട്ടക്ഷൻ അങ്ങനെയാണ്, മാതിരി തള്ളുന്ന
കുറച്ചൊക്കെ ഇസ്രായേലി പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ആ രീതിയിലൊക്കെ ഒരു ചിത്രം പുറത്തേക്ക് വിടുന്നത് യഥാർത്ഥ ചിത്രം മൂടി വെക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് എൻ്റെ പരിമിതമായ ബോധ്യത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ നോക്കുക, ഇസ്രായേലിൽ വലിയ സെൻസർഷിപ്പാണ്, അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പുറത്തു വരുന്നില്ല. അത് തന്നെ ഇസ്രായേൽ വിചാരിച്ചിടത്തേക്കല്ല ഈ യുദ്ധം പോകുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ അടയാളമാണ്. അതുപോലെ തന്നെ നോക്കുക, ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മറ്റേ കപ്പം പിടിച്ചു നിൽക്കുന്നൊരു പുതിയൊരു വീഡിയോ വന്നു. ആ വീഡിയോ ഡീപ്പ് ഫേക്ക് ആണ് എന്ന് പറഞ്ഞിട്ട് അതേ സ്ഥാനത്ത് ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിനെ വീഡിയോ ആയി എയിൽ വെച്ച് ചെയ്തിട്ട് സമാനമായ രീതിയിലുള്ള വീഡിയോ പ്രചരിക്കുന്നുണ്ട്. ഫേക്ക് വീഡിയോസ്, ഡീപ്പ് ഫേക്ക് വീഡിയോസ് പ്രചരിക്കുന്നുണ്ട്. ആര് വേണമെങ്കിലും അവിടെ നിർത്താമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആധികാരികതയൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ വിധത്തിൽ ഇസ്രായേലിന് ദീർഘകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. സാമ്പത്തിക മേഖലയടക്കം യുദ്ധത്തിൽ വലിയ ആഘാതമുണ്ടാകും. തുടർച്ചയായ യുദ്ധം മൂലം രാജ്യത്തെ സാമ്പത്തിക തടസ്സങ്ങൾ, തൊഴിലാളി ക്ഷാമം, സൈനിക സമാഹരണത്തിന് ക്ഷീണം പ്രകടമാകുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൈനിക സേവനത്തിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ, അതായത് തീവ്ര സൈനിസ്റ്റുകൾ മാത്രമാണ് ആവേശത്തോടുകൂടി സൈനിക ജോലി ചെയ്യുന്നുള്ളൂ. മറ്റുള്ളവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുകളും വിഷമതകളുമുണ്ട്. കാരണം 2-2.5 വർഷമായിട്ട് ഈ സൈന്യം ഇങ്ങനെ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആക്രമണങ്ങൾ യുദ്ധമുഖത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സൈനികർക്കും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മേഖലകളിൽ ഈ വിധത്തിൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ച് യുദ്ധത്തിൻ്റെ ദൈർഘ്യവും വ്യാപ്തിയും ഒക്കെ കൂടുകയാണെങ്കിൽ ഇസ്രായേലിന് അത് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായേക്കുമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ദീർഘകാലം യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇസ്രായേലിനെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത്, ഇസ്രായേലിനെ കൊണ്ട് സാധിക്കില്ല, അമേരിക്കയെ കൊണ്ട് സാധിക്കില്ല. ഇവർ പറയുന്നത് ഞങ്ങൾ ഉടനെ തീർക്കും എന്നതിലേക്കാണ്. ഇപ്പോൾ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വധിക്കപ്പെട്ടു എന്ന വാർത്തകൾ വരുന്നതിന് മുമ്പ് നെതന്യാഹു പറഞ്ഞ കാര്യം, അധികം വൈകാതെ ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കും, കാരണം ഞങ്ങൾ ഈ യുദ്ധം ഏകദേശം ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഇറാനെ തകർക്കാൻ ഞങ്ങൾക്ക് എളുപ്പത്തിൽ കഴിയും, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്നൊക്കെയുള്ള ആത്മവിശ്വാസമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇടക്കാലത്ത് പറഞ്ഞത്. പക്ഷേ അത് ആത്മവിശ്വാസമായിരുന്നില്ല, മറിച്ച് യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാനുള്ള വ്യഗ്രതയായിരുന്നു, പരാജയ ഭീതിയായിരുന്നു എന്നാണ് പിന്നീട് പല നിരീക്ഷകരും അതേക്കുറിച്ച് പറഞ്ഞത്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നോക്കുക, ഡൊണാൾഡ് ട്രംപ് ആദ്യം പറഞ്ഞത് വളരെ വേഗത്തിൽ യുദ്ധം തീരും, ഞങ്ങൾ അമേരിക്കയാണ്, ഞങ്ങൾ ഇസ്രായേലിൻ്റെ കൂടെയാണ് പോകുന്നത്, വളരെ വേഗത്തിൽ ഇറാനെ ഞങ്ങൾ തീർത്ത് അവിടുത്തെ ഭരണം മാറ്റും എന്ന് പറഞ്ഞിട്ട് വളരെ വേഗത്തിൽ അവിടുത്തെ ഭരണാധികാരിയെ കൊലപ്പെടുത്തി. ഭരണാധികാരി എന്ന് പറഞ്ഞാൽ അവിടുത്തെ സുപ്രീം ലീഡറെ കൊലപ്പെടുത്തി, പല ഉന്നതരെയും കൊലപ്പെടുത്തി. ഇനി നേരെ ഭരണം പിടിക്കാമെന്ന് വെച്ചിടത്താണ് അമേരിക്കയ്ക്ക് ചരിത്രത്തിലില്ലാത്ത തിരിച്ചടി നിരന്തരമായി ഇറാൻ നൽകാൻ തുടങ്ങിയത്. ഇതോടുകൂടി എന്ത് സംഭവിച്ചു? ഇനി എന്തു ചെയ്യണമെന്നതിനെക്കുറിച്ചൊരു പ്ലാൻ അമേരിക്കയ്ക്കില്ലായിരുന്നു. ഹോർമുസ് കടലിടുക്ക് ഇറാൻ ബ്ലോക്ക് ചെയ്യുകയും അവിടെ ഇസ്രായേലിലെയും അമേരിക്കയിലെയും കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ ഒരു കപ്പൽ പോലും പോയില്ല എന്ന് തീർത്ത് പറയുകയും ചെയ്തപ്പോൾ അമേരിക്കയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് യുദ്ധം തുടങ്ങി വെച്ചവർ ആ യുദ്ധത്തിൻ്റെ തിരിച്ചടി മായ്ക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ കാല് പിടിക്കുക. 7 രാജ്യങ്ങളുമായി സംസാരിച്ചു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഉളുപ്പുണ്ടായി ചങ്ങായിക്ക്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും കൂടി ഒരു യുദ്ധം തീരുമാനിക്കുന്നു. പശ്ചിമേഷ്യയിൽ ലോകത്തെയും ദുരിതക്കയത്തിലേക്ക് തള്ളിവിടുന്ന യുദ്ധമായിരിക്കുമെന്ന് ഇറാൻ പലതവണ മുന്നറിയിപ്പ് കൊടുക്കുന്നു. ഈ യുദ്ധം നിങ്ങൾ തുടങ്ങി വെച്ചാൽ നിങ്ങൾക്ക് അത് തീർക്കാൻ പറ്റില്ല, ഞങ്ങളെ തീർക്കൂ എന്ന് പറയുന്നു. അതിൻ്റെ പല കാരണങ്ങളും ഈ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നു. അതൊന്നും കേൾക്കാതെ ഇവർ രണ്ടാളും കാര്യങ്ങൾ തീരുമാനിച്ച് ഏകപക്ഷീയമായി യുദ്ധം തുടങ്ങി. അവസാനം വാല് മുറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ ലോകത്തെ വിളിക്കുകയാണ്. നാറ്റോ സഖ്യത്തിൽ ഇപ്പോൾ ചൈന, ജപ്പാൻ, ജർമ്മനി തുടങ്ങി സകല രാജ്യങ്ങളെ വിളിച്ചിട്ടുണ്ടെന്ന് അറിയുന്നത് ഉളുപ്പില്ലാണ്ട് 7 രാജ്യങ്ങളെ ഇയാൾ വിളിച്ചു. ട്രംപിന്റെ പ്രസ്താവനകളും ഭീഷണികളും വെല്ലുവിളികളും ഒന്നും ഇതിനു മുന്നിൽ ഒന്നും ഇല്ലാതായിപ്പോയി. അല്ല, ഇപ്പൊ ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഇപ്പൊ പറയുന്ന ട്രംപ് എന്താ പറയുക? അപ്പോഴും ഭീഷണി വിട്ടിട്ടില്ല ആശാൻ. ഇപ്പൊ പറയുന്ന ഏറ്റവും പുതിയ എന്താ, നാറ്റോ രാജ്യങ്ങൾ എൻ്റെ കൂടെ നിന്നിൽ അമേരിക്കയ്ക്കൊപ്പം ഈ യുദ്ധത്തിൽ ഇറങ്ങിയില്ലെങ്കിൽ, ഇറാനെ ആക്രമിക്കാൻ നിന്നില്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. തിരിച്ചടി കിട്ടി നിക്കറ് കീറി നിൽക്കുമ്പോഴും വെല്ലുവിളിയുടെ ഭാഷയിൽ വിരട്ടാനുള്ള ഈ മനസ്സുണ്ടല്ലോ, അത് കാണാതിരുന്നുകൂടാന്നേ പറയാനുള്ളൂ. ഇത് ആലോചിച്ച് നോക്ക്, ഇവിടെ ട്രംപിന് സകലമാന തിരിച്ചടികളും കിട്ടി. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നു, അമേരിക്കയിൽ ഇന്ധന വില ഉയർന്നു കഴിഞ്ഞു, അവിടെ ഓഹരി വിപണി കൂപ്പുകുത്തുകയാണ്, വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ അമേരിക്കയിൽ നടക്കാൻ പോവുകയാണ്, അവിടെ മിഡ് ടൈം ഇലക്ഷൻ നടക്കാൻ പോകുന്നു, ട്രംപിനെതിരെ വലിയ ക്യാമ്പയിനുകൾ നടക്കുന്നു. കാരണം ട്രംപ് തെരഞ്ഞെടുപ്പിന് മുമ്പ് യുദ്ധത്തിനെതിരെ സംസാരിച്ചയാളാണ്. ഞാൻ അധികാരത്തിലേറിയാൽ ഉടൻ യുദ്ധം നിർത്തുമെന്ന് പറഞ്ഞയാളാണ്. ഇപ്പോൾ യുദ്ധത്തിൻ്റെ അംബാസഡർ
ഹോൾഡറായിട്ട് അവിടെ കിടന്ന് വിലസുന്നത്. വ്യാജ വാഗ്ദാനങ്ങൾ നൽകി ഇടം പിടിച്ച ആളാണ്. തീർച്ചയായിട്ടും വ്യാജ വാഗ്ദാനങ്ങൾ, ജനങ്ങളെ വിഡ്ഢികളാക്കി, ജനങ്ങളെ പൊട്ടന്മാരാക്കിയിട്ട് അധികാരത്തിലേറിയ, അതിന്റെ ബലത്തിൽ അധികാരത്തിലേറിയ ആളാണ് ഈ നെതന്യാഹു എന്ന് പറയുന്നത്. ഇപ്പൊ എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ നെതന്യാഹുവിന് മനസ്സിലായി, അമേരിക്കയുടെ കപ്പൽപ്പട മാത്രം വിചാരിച്ചാൽ, അമേരിക്കയുടെ സൈന്യം മാത്രം വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. നെതന്യാഹുവിനെ കുറിച്ച് ഒരു അക്ഷരം ട്രംപ് മിണ്ടുന്നില്ല. സാധാരണഗതിയിൽ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന അവകാശവാദം ഇറാൻ ഉന്നയിക്കുകയാണെങ്കിൽ, അത് തെറ്റാണെങ്കിൽ ട്രംപ് അത് കൃത്യമായി മറുപടി പറയേണ്ടതാണ്. ഇപ്പൊ ഇവിടെ USS എബ്രഹാം ലിങ്കൺ എന്ന പടക്കപ്പൽ തകർത്തു എന്ന ഇറാന്റെ അവകാശവാദത്തിന് പോലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മണിക്കൂറുകൾക്ക് മുൻപ് മറുപടി കൊടുത്തു. പക്ഷെ നെതന്യാഹു ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തോട് മിണ്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അപ്പോൾ നെതന്യാഹുവിന്റെ കാര്യത്തിൽ ട്രംപിനും ആശയക്കുഴപ്പം ഉണ്ടാകാം. അല്ലെങ്കിൽ നെതന്യാഹു പറഞ്ഞ് യുദ്ധം ചെയ്യേണ്ടി വന്ന് കുടുങ്ങിപ്പോയതിലുള്ള ശക്തമായ അമർഷം, നീരസം നെതന്യാഹുവിനുണ്ടാകാം. എന്തായാലും ആശാൻ അടപടലം പെട്ടിരിക്കുകയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൽ നിന്ന് മോചിതനാകാൻ വേണ്ടി മറ്റ് രാജ്യങ്ങളെ കൂട്ടി ഇറാനെ പേടിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമം അതും ചീറ്റിപ്പോയി. നോക്കുക, ചൈനയോട് പോലും അഭ്യർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ് ഏത് അവസ്ഥയിലേക്ക് ട്രംപ് പോയി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇറാനും അല്ലെങ്കിൽ ഇസ്രായേലും അമേരിക്കയും വിചാരിച്ചിടത്തേക്ക് യുദ്ധം പോകുന്നില്ല. ഇറാൻ വിചാരിച്ചിടത്തേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിന് പിന്നാലെ ഈ ബാബൽ മന്ദപ്പും കൂടി അടയ്ക്കുകയാണെങ്കിൽ ഏകദേശം ലോക വ്യാപാരത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കിട്ടും. ഇതിനൊക്കെ മറുപടി പറയേണ്ടത് ട്രംപാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ലോക രാജ്യങ്ങൾ ചോദ്യം ഉന്നയിക്കുക ട്രംപിനോട് മാത്രമായിരിക്കും. കാരണം ഈ യുദ്ധം തുടങ്ങി വെച്ചത് ഇവരാണ്. ഒരാവശ്യവുമില്ലാതെ, ഒരു പ്രശ്നവുമില്ലാതിരുന്ന പശ്ചിമേഷ്യയിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിൽ ഈ യുദ്ധം തുടങ്ങി വെച്ചത് ഇവരാണ്. അതുകൊണ്ട് ഇവർ തന്നെ സമാധാനം പറയും. അന്താളിച്ച് നടുങ്ങി നിൽക്കുകയാണ് ട്രംപ്. ഈ നേരം വരെ ഇറാനെ വരിഞ്ഞു കെട്ടാൻ കഴിഞ്ഞിട്ടില്ല. ഇറാൻ്റെ പരമാധികാരിയായ ആയത്തുള്ള അലി ഖാംനെയെ വധിച്ചതിന് ശേഷം ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അത് നടന്നിട്ടില്ല. ഇറാനാണെങ്കിൽ ക്ലസ്റ്റർ ബോംബ്, ഡാൻസിങ് ബോംബ്, ഡിസ്കോ ബോംബ് എന്നൊക്കെ പറഞ്ഞ് പുതിയ ഓരോ ബോംബുകളും ഓരോ ജാതി മിസൈലുകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ രക്തസാക്ഷിയുടെ പേരിലും പുതിയ മിസൈലുകൾ ഉണ്ടാക്കിവിട്ട് ഇസ്രായേലിനെ തകർക്കുകയാണ്. അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുകയാണ്. അതിനിടയിൽ അമേരിക്കയെ വെട്ടിലാക്കുന്ന വിധത്തിൽ ഇറാൻ്റെ ഒരു സൗദി അംബാസഡർ ഒരു കാര്യം പറഞ്ഞു, ഇവിടേക്ക് ആക്രമണം, സൗദിയിലെ എണ്ണപ്പാടങ്ങളിലേക്ക് ആക്രമണം നടത്തിയത് ഞങ്ങളല്ല എന്ന്. നേരത്തെയും ഇറാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. തുർക്കിക്ക് നേരെ ആക്രമണം നടത്തിയത് ഞങ്ങളല്ല എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റു പലയിടങ്ങളിലേക്കും, അതായത് ജനവാസ മേഖലകളിലേക്ക് ആക്രമണം നടത്തിയത് ഞങ്ങളല്ല എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഇറാനെയും അറബ് രാജ്യങ്ങളെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഈ യുദ്ധം നടക്കുന്ന സമയത്ത്, അതായത് ഇറാൻ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്കും ഇസ്രായേലിലേക്കും ആക്രമണങ്ങൾ നടത്തുന്ന അതേ സമയത്ത് മൊസാദോ, അമേരിക്കയുടെ ചാര ഏജൻസികളോ ഒക്കെ അതേ സമയത്ത് ഇറാൻ്റേതെന്ന പേരിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തി മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യവും ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. ഇത് മറ്റൊരു കാര്യം, ഇറാനെ ഭയന്ന് അല്ലെങ്കിൽ ഇറാന്റെ ആണവായുധം പ്രയോഗിക്കുമെന്ന് പേടിച്ച് തുടങ്ങി വെച്ചതാണ് ഇസ്രായേൽ. ഇപ്പോൾ ശരിക്കും ഇസ്രായേലിന് പണി കിട്ടിയൊരു സാഹചര്യം കൂടെ അല്ലേ ഇത്? വളരെ കൃത്യമാണ്. ഇത് തന്നെയാണ് ശരിക്കും സംഭവിച്ചത്. അതായത് തങ്ങൾക്ക് നേരെയുള്ള ഭീഷണികൾ മുഴുവൻ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇസ്രായേൽ ഇറാനെ കയറി അടിക്കുന്നു. ഇപ്പം ഭീഷണികൾ ഒഴിഞ്ഞിട്ട് സമയമില്ല. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി എവിടെയാണെന്ന് പോലും അവർക്ക് പറയാൻ കഴിയുന്നില്ല. ഏതോ ഒരു ചായക്കടയിൽ പോയി ചായ കുടിച്ചൊരു വീഡിയോ വന്നത് ഡീപ് ഫേക്ക് ആണ്. അതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ ഇട്ടതിൽ നെതന്യാഹുവിന് 6 വിരലുണ്ട് എന്ന് കണ്ടെത്തി. അപ്പോൾ ഇത് ഫേക്ക് ആണെന്നുള്ളത് കണ്ടെത്തിയതിന് പിന്നാലെ നെതന്യാഹു ഇങ്ങനെ കൈപൊക്കി എന്റെ വിരലുകൾ എണ്ണിക്കോളൂ, എന്റെ വിരലുകൾ എത്ര എണ്ണമാണ് എണ്ണിക്കോളൂ എന്ന് വെല്ലുവിളിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് രണ്ടാമത് ഈ കാപ്പി കുടിക്കുന്ന വീഡിയോ ഇറങ്ങി. ഇത് രണ്ടും ഡീപ് ഫേക്ക് ആണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അല്ല, എന്തായാലും പണ്ട് നെതന്യാഹു ആക്റ്റീവ് ആയിരുന്നു. നെതന്യാഹു യുദ്ധ ക്യാബിനറ്റിൽ സജീവമായിരുന്നു. യുദ്ധ കേന്ദ്രങ്ങളിൽ, അതായത് പലയിടങ്ങളിലും സന്ദർശനം നടത്തുന്നു. അതിനുശേഷം സൈനികർക്കൊപ്പം നിൽക്കുന്നു. കാരണം പാവപ്പെട്ട ഗസയിലെ ജനങ്ങളാണ്, തോക്കൊന്നുമില്ലാതെ ബോംബുകളില്ലാതെ പാവപ്പെട്ടവർ ഷെൽട്ടർ ഹോമുകളിൽ അഭയം പിടിച്ച ജനങ്ങളെ ബോംബിട്ട് കൊന്നിട്ട് ഒരു വലിയ വംശഹത്യ നടത്തിയിട്ട് ഇത് ഞങ്ങളുടെ വിജയമാണ് എന്നും പറഞ്ഞ് പൊട്ടിച്ചിരിച്ച ഭ്രാന്തനായ, മനുഷ്യത്വ വിരുദ്ധനായ, പൈശാചികമായ വ്യക്തിത്വത്തിന് ഉടമയെന്ന് ലോകം വിളിക്കുന്ന ഒരു ഭരണാധികാരിയാണ്. അപ്പോൾ അയാളിൽ നിന്നൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ അന്ന് പാവങ്ങളുടെ നെഞ്ചത്ത് ബോംബിടുമ്പോൾ വലിയ സന്തോഷവും ആവേശവും എല്ലായിടത്തും ഓടിയിറന്ന് ഞങ്ങൾ എല്ലാത്തിനെയും തീർക്കുമെന്ന് വെല്ലുവിളിയൊക്കെയായിരുന്നു. അപ്പോൾ നേർക്ക് നേരെ അടി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആശാനെ കാണുന്നില്ല. പെട്ടിയിൽ കയറി, അതായത് ബങ്കറിൽ ഒളിച്ച് മൂടിയിരിക്കുകയാണെന്നാണ് അറിയുന്നത്, മരിച്ചില്ലെങ്കിൽ. ഇനി മരിച്ചോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം നൽകേണ്ടത് ഇസ്രായേലാണ്. അവിടെയും ഉണ്ടൊരു ഒരു 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 താരതമ്യം. അതായത് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി മരിച്ചു എന്ന് സ്ഥിരീകരിച്ചത് ഇറാൻ തന്നെയാണ്. ഇസ്രായേൽ ഇങ്ങനെ അവകാശപ്പെട്ടു, ഞങ്ങൾ അടിച്ചു കൊന്നു അതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനുള്ള മര്യാദ ഇറാൻ കാണിച്ചു. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ്
സ്മാരകമായി കൊണ്ടുപോയത്. രക്തസാക്ഷിത്വം വീരമരണം എന്ന് പറഞ്ഞിട്ട് ധീരമായിട്ടാണ് ആ സാഹചര്യത്തെ ഇറാൻ നേരിട്ടത്. ഇവിടെ നോക്കുക, ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം നടന്നുവെന്നും നെതന്യാഹു കൊല്ലപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ വളരെ ഭീരുത്വത്തോടു കൂടി ഒന്നും സ്റ്റഡിയായിട്ട് പറയാൻ കഴിയാതെ മൊത്തത്തിലൊരു പുകമറയും ആശയക്കുഴപ്പവും ഒക്കെ ആയിട്ടാണ് ഇസ്രായേൽ നടക്കുന്നത്. അതിപ്പോ ഈ നെതന്യാഹു മരിച്ചു എന്നുള്ള വാർത്ത കേൾക്കാൻ ഒരു വലിയ സമൂഹം തന്നെയുണ്ട്. കാര്യം ഈ ഡീപ് ഫേക്കുകൾ ഇത്രയും കണ്ടുപിടിക്കാൻ അല്ലേ, ചിലർ ഡീപ് ഫേക്ക് അല്ലെ ഈ ഡീപ് ഫേക്ക് ആണ് എന്നുള്ള ചാറ്റ് ബോട്ട് അല്ലെ AI ബോട്ടുകൾ, ഒരുപാട് AI ബോട്ടുകൾ വെച്ചിട്ടാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. അല്ല, പല AI ബോട്ടുകളും ഇത് ഒരു ഘട്ടത്തിൽ അത് പൂർണ്ണമായും ഇത് ഡീപ് ഫേക്ക് ആണ് എന്ന് പറയാൻ നമുക്കും കഴിയില്ല. കാരണം അത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒറിജിനൽ ഐഡിയിൽ നിന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. പക്ഷേ എങ്കിലും മറുവശത്ത് വരുന്നൊരു വാദം ഇതാണ്, ഈ ഡീപ് ഫേക്ക് ആണ് എന്ന തരത്തിൽ പല ചാറ്റ് ബോട്ടുകളും ഈ ചിത്രത്തോടെ ഈ വീഡിയോയോട് പ്രതികരിച്ചു. അത് മാത്രമല്ല, ആർക്കും ഇമ്മാനുവൽ മക്രോണിൻ്റെ വീഡിയോ എടുത്തിട്ട് ഇതേപോലെ ഇതേ സ്ഥലത്ത് നെതന്യാഹുവിന് പകരം മക്രോണിനെ അവിടെ നിർത്തിയിട്ട് സമാനമായ രീതിയിലൊരു AI വീഡിയോ ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പല ആളുകളും പല വ്യക്തികളും ഞങ്ങളും ഇതുപോലെ ചായ കുടിച്ചിരുന്നു കേട്ടോ എന്നും പറഞ്ഞിട്ട് അവരുടേതായ AI വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ട് നെതന്യാഹു തൻ്റെ ഔദ്യോഗിക ഭരണസിരാ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ വോർ ക്യാബിനറ്റിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നില്ല? അതാണ് ഒരു ചോദ്യം. ഒരു പക്ഷേ സെക്യൂരിറ്റി പ്രശ്നമുള്ളത് കൊണ്ടായിരിക്കാം. അതായത് നെതന്യാഹു പൊതുവിടങ്ങളിൽ അല്ലെങ്കിൽ ഈ സ്ഥിരം വരുന്ന പാർലമെൻറ്റിനകത്തോ അല്ലെങ്കിൽ ഈ യുദ്ധ ക്യാബിനറ്റിനുള്ളിലോ ഒക്കെ വന്നാൽ ഇറാൻ ആക്രമിച്ച് തകർക്കാൻ സാധ്യതയുണ്ട്, വധിക്കാൻ സാധ്യതയുണ്ട് എന്ന ഇൻ്റേണൽ സെക്യൂരിറ്റി അലർട്ടിനെ തുടർന്നായിരിക്കാം ആരും അറിയാത്ത സ്ഥലമൊക്കെ അല്ലെങ്കിൽ വളരെ അത്ര ശ്രദ്ധിക്കാത്ത സ്ഥലത്തൊക്കെ പോയിട്ട് വീഡിയോ ചെയ്യുന്നത്. ചിലപ്പോൾ ആയിരിക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അത് ഇറാൻ്റെ നേട്ടമാണ്. അതായത് ഇറാനെ അവസാനിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചൊരു ഭരണാധികാരി ഇറാനെ പേടിച്ച് ഓടുന്ന സാഹചര്യം ഉണ്ടായില്ലേ? അത് ഇറാൻ്റെ അതിൻ്റെ ഇറാൻ്റെ വിജയമായിട്ടാണ് അവർ കാണുന്നതെന്നേ. ഇസ്രായേൽ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടാലും ഇല്ലെങ്കിലും ഇപ്പോൾ ഇസ്രായേൽ ക്ലെയിം ചെയ്യുന്നത് തന്നെ എടുത്താൽ ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇവിടെ ഉണ്ട് എന്നാണ്. പക്ഷേ എവിടെ എന്ന ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി പറയുന്നില്ല. കാരണം ഓട്ടത്തിലാണ് ആശാൻ. ഓടറാ ഓട്ടമാണ് ഈ ലോകത്തെ മുഴുവൻ ഈ പ്രതിസന്ധിയിലേക്ക് നയിച്ച് നമ്മൾ ഇന്ത്യയെ ഉൾപ്പെടെ ഗുരുതരമായ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് എത്തിച്ച ആ മഹനീയൻ ഓടിക്കൊണ്ടിരിക്കുക തന്നെ വേണം. പഞ്ചായത്തിന് ചുറ്റും ഓടേണ്ടി വരും ഇമാതിരി പണിയെടുത്തു കഴിഞ്ഞാൽ. അത് ആ ലൈനിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം വളരെ സമാധാനത്തിൽ പോയിരുന്ന പശ്ചിമേഷ്യയെ ഈ വിധത്തിൽ ദുരിതത്തിലേക്ക് തള്ളിവിട്ടത്, ആശങ്കയിലേക്ക്, ഭീഷണിയിലേക്ക്, യുദ്ധത്തിലേക്ക് തള്ളിവിട്ടത്. യുദ്ധമെന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും എതിർക്കപ്പെടേണ്ടത് ഒരു മാനവരാശിയെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത്, കരുത്ത് യുദ്ധത്തിനുണ്ട്. നമ്മൾ ഹിരോഷിമയിലും നാഗസാക്കിയിലൊക്കെ കണ്ടതാണ്. യുദ്ധം കൈവിട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്നേ. ഇവിടെ കിം ജോങ് ഉൻ എന്ന് പറയുന്ന ഒരാൾ അപ്പുറത്തിരിപ്പുണ്ട്. ഏത് സമയത്താണ് കയറുക എന്ന് പറയാൻ പറ്റില്ല ബാധ. ഒരൊറ്റ നിമിഷം, ഒരൊറ്റ തോന്നൽ, ഒരൊറ്റ ഞെക്ക് തകരും, മൊത്തം തീരും. അപ്പം അങ്ങനെയൊക്കെയുള്ള ആളുകളുള്ള സമയത്ത് ഒരു തമാശയ്ക്കെന്ന പോലെ, നേരം പോക്കിനെന്ന പോലെ എല്ലായിടത്തും കയറി യുദ്ധം ചെയ്യുന്ന പരിപാടി അവസാനിപ്പിക്കണം. അതാ ഞാൻ പറഞ്ഞത്, നെതന്യാഹുവിൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡിനോട് കൃത്യമായ വിയോജിപ്പും എതിർപ്പും ശക്തമായ പ്രതിഷേധവുമുണ്ട്. കാരണം സമാധാനം ഉണ്ടായിരുന്ന തകർക്കുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. എന്നാൽ അതുകൊണ്ട് ഇസ്രായേലിനൊട്ട് സമാധാനമുണ്ടോ? അതൊട്ടില്ലതാനും. അതാണ് യാഥാർത്ഥ്യം.